ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചു. അങ്ങനെ സുന്ദരി കുട്ടിയൊക്കെ ആയി ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അമ്മ കുളിക്കാൻ പോയിരിക്കുക. അമ്മക്ക് ജോലിക്ക് പോകണം. അമ്മനെ കൊണ്ടാക്കിയും കൂടി വേണം ഞാൻ. അപ്പോൾ ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്, ഞാൻ കാണിക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് അപ്പവും മുട്ടക്കറി ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം അമ്മ കുളിച്ചിട്ട് വന്നിട്ട് വേണം കഴിക്കാൻ. അപ്പം അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഞാൻ. ഇപ്പോൾ രാവിലെ തന്നെ അമ്മ എന്താ പറയുക, കുറേ തുണി ഉണ്ടായിരുന്നു, അതൊക്കെ അത് മടക്കാനുള്ളതാണ്, ഇത് ഉണക്കാനുള്ളതാണ്. പിന്നെ നമ്മൾ ഹോളിലും ഇതും മടക്കാനുള്ളതാണ്. അപ്പോൾ രാവിലെ തന്നെ അമ്മ കുറച്ച് തുണി കുറേ കുന്നുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ അങ്ങനെ വേഗം കഴുകി അത് തീർത്തു. അപ്പോൾ ഇവിടെയൊക്കെ അമ്മ വെള്ള കളറെല്ലാം കഴുകി എടുത്തിരിക്കുക. ഇവിടെയാണെങ്കിൽ വെയിലും ഉണ്ട് മഴയുണ്ട്, രണ്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തുണി ഉണക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് എൻ്റെ പഠിത്ത ടേബിളാണ് ഇതൊക്കെ, അത് കാണിക്കുന്നില്ല. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഫുൾ ചപ്പും ചവറും അവിടെ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ക്ലീൻ ആക്കണം, അതൊക്കെ ഒതുക്കി വെക്കണം. പിന്നെ നമ്മൾ ഇനി അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം അമ്മ ചോറും കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് മാത്രം പണിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയൊന്ന് സ്ലാബൊക്കെ ഒന്ന് വൃത്തിയാക്കണം, പാത്രം കഴുകാനുണ്ട്, അങ്ങനെ ചെറിയ ചെറിയ കുട്ടി കുട്ടി പണിയുണ്ട് ഇവിടെ അടുക്കളയിൽ. അപ്പം അമ്മ വന്ന് കുളിച്ചിട്ട് മൈ മോം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞാൻ അമ്മേനെ കൊണ്ട് വിട്ടു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നേരത്ത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് വേഗം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഓർത്തത്, അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അപ്പം അങ്ങനെ അമ്മേനെ കൊണ്ടാക്കിയിട്ട് ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. ഇങ്ങനെയാണ് കാര്യം. അപ്പം ചേച്ചി വരുമെന്ന് പറഞ്ഞായിരുന്നു, ഇതുവരെ എത്തിയിട്ടില്ല പുള്ളിക്കാരത്തി. നോക്കാം. രണ്ടുപേരാണ് ഫുഡ് കഴിക്കണം. അവൾ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അവൾ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ പോകും. അറിഞ്ഞിട്ടൊന്നുമില്ല പുള്ളിക്കാരത്തി വീഡിയോ എടുക്കുന്നുണ്ടെന്ന്. വീഡിയോ എടുത്തതിന് തെറി വിളിക്കും അവൾ. അതുകൊണ്ട് ഞാൻ അവളെ നേരം വിളിപ്പിച്ചിട്ട് വീഡിയോ എടുക്കാൻ ഞാനിത് ഇവിടെ ഇത്ര നേരം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം 1:30 ആയി. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. ഞാൻ അടുക്കളയിൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, അപ്പോൾ എല്ലാം ചെയ്യണം. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്തുവാ എന്നിട്ട് ഞാൻ ഇന്നലെ ഉണ്ടാക്കി കുറച്ച് സാധനം, പഴം റോസ്റ്റ്, പിന്നെ ഇതെത്തുക അമ്മ മീൻ വറുത്തിട്ടുണ്ടായിരുന്നു. മീൻ വറുത്തത്, ചോറ്, ഇത് മീൻ കറിയാണ്. എന്തുവാ ഇന്നത്തെ തീയൽ. പിന്നെ ഇതിനകത്തും ചോറായിരിക്കണം. ഇത് ഇന്നത്തെ ചോറും അത് ഇന്നലത്തെ ചോറുമാണ്. പിന്നെ ഞാൻ വേഗം കഴിച്ചിട്ടൊക്കെ വരാം. അപ്പോൾ ടേബിളിൽ കൊണ്ട് വെച്ചു. ഞാനങ്ങനെ മീൻ കറി എനിക്ക് അത്ര ഇഷ്ടമല്ല, എനിക്ക് മീൻ വറുത്തതാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ തീയലുണ്ട്, ചോറും, ഇത്ര മതി. പിന്നെ വേഗം കഴിച്ചിട്ടൊക്കെ വരാവേ. ഞാൻ ഫുഡെല്ലാം കഴിച്ച ശേഷം പാത്രം ഉണ്ടായിരുന്നല്ലോ കുറച്ച്, അതെല്ലാം വേഗം ഞാൻ കഴുകി വൃത്തിയാക്കി. അപ്പം ഞാൻ ഇപ്പോൾ പഠിക്കാൻ വേണ്ടി പോവും അപ്പുറത്തേക്ക്. ഞാൻ ഇന്നൊന്നും ചെയ്തിട്ടില്ല, ചെയ്യണം. രാത്രിയായും മിക്കവാറും ഞാൻ ചെയ്യുന്നത്. നാളെ എനിക്ക് എക്സാം ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനാണ്. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോഴേ പഠിച്ച് നല്ല മാർക്കോടെ ഞാൻ പാസ്സാവണം എന്ന് ഞാൻ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ ഇപ്പോൾ ഇത് സെക്കൻഡ് സെമ്മ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഫസ്റ്റ് സെമ്മ് ഈ മാസം തന്നെയുണ്ട്. അതൊരു ഇടദിവസമൊക്കെയാണ് സ്റ്റാർട്ടാവുന്നത്. അത് പിന്നെയും ഹോൾ ടിക്കറ്റ് മേടിക്കാൻ വേണ്ടി പിന്നെയും സെൻറ്ററിൽ പോകണം. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ചടങ്ങൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ എല്ലാവരുടെയും ഒരു പ്രെയറൊക്കെ ഉണ്ടാവണം, നല്ല രീതിക്ക് എക്സാം. ഞാൻ മാത്രമല്ല, എല്ലാ പിള്ളേർക്കും എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾ. ഓക്കെ. കുറച്ച് പഠിച്ചൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കി, കപ്പലണ്ടി ഉണ്ടാക്കി, പിന്നെ നല്ലൊരു ഉണ്ടാക്കി. ഞാൻ തന്നെ ഉണ്ടാക്കി. പിന്നെ കുറച്ച് കറിയൊക്കെ ചൂടാക്കണം, അതൊക്കെ ചൂടാക്കി കഴിഞ്ഞു. പിന്നെ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് തന്നെ ഞാൻ വന്നു ചായയൊക്കെ കുടിച്ച് കപ്പലണ്ടിയും
ചിപ്സും ഒക്കെ കഴിച്ച് ആസ്വദിച്ചൊക്കെ അവിടെ ഇരിക്കുകയായിരുന്നു. ചേച്ചി വരുന്ന പ്രതീക്ഷ പുള്ളിക്കാരത്തി വൈകുമെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ചായ സൂപ്പറായിരുന്നു. എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഇന്ന് ഭയങ്കര സ്പെഷ്യലായിരുന്നു. ചായയും എന്താ പറയുക കടിക്കാനുള്ള സാധനം എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കൊണ്ടായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ നല്ല ആസ്വദിച്ചിട്ടൊക്കെ ഞാൻ കഴിച്ച് അങ്ങനെ തീർത്തു. ഞാൻ ചായയൊക്കെ കുടിച്ചു, വിളക്കൊക്കെ കത്തിച്ചു. അപ്പോൾ അമ്മേനെ വിളിക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഇവിടെ ഇല്ല, ചേച്ചി കൊണ്ടുപോയിരിക്കുകയാണ്. ചേച്ചി ഇപ്പോഴും എത്തിയിട്ടില്ല. അപ്പോൾ മേ ബി അമ്മ ബസ്സിനേക്കും വരുന്നത്, അറിയാൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ.